കേരളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു കിടിലം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ ആണിത്. ഇത് ട്രെയിൻ നമ്പർ 206-36 അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിൻ കൊല്ലം ജംഗ്ഷനിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം 2:55 ആരംഭിച്ച് തിരുവനന്തപുരം സെൻട്രൽ, നാഗർകോവിൽ ടൗൺ, തിരുനെൽവേലി ജംഗ്ഷൻ, മധുരൈ ജംഗ്ഷൻ വഴി 857 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് രണ്ടാം ദിവസം രാവിലെ 6 മണിയോടുകൂടി ചെന്നൈ ഇഗ്മോറിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈയിലേക്ക് പോകാൻ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ആണ് അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 206-35 ആയിട്ട് എല്ലാ ദിവസവും രാത്രി 7:50 ചെന്നൈ ഇഗ്മോറിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ 11:15 കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈ ഒരു ട്രെയിന് 4 ജനറൽ കമ്പാർട്ട്മെന്റ് ഉണ്ട്. അതായത് UR അൺറിസർവ്ഡ് 4 എണ്ണം ഉണ്ട്. ഏറ്റവും മുൻപിൽ 2 എണ്ണവും ഏറ്റവും പിറകിൽ 2 എണ്ണം, അങ്ങനെ 4 കോച്ചസ് ആണ് ജനറൽ ഉള്ളത്. പിന്നെ സ്ലീപ്പർ കോച്ചസ് വരുന്നത് 11 സ്ലീപ്പർ കമ്പാർട്ട്മെന്റ് ഉണ്ട്. AC കോച്ചസ് വരുന്നത് 6 എണ്ണം. അതിൽ തേർഡ് AC 3 എണ്ണവും സെക്കൻഡ് AC 2ഉം ഫസ്റ്റ് AC 1 എണ്ണമാണ്. ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് കൊല്ലത്ത് നിന്ന് ചെന്നൈ ഇഗ്മോർ വരെ ജനറലിന് 260 രൂപയും സ്ലീപ്പറിന് 480 രൂപയും തേർഡ് ACക്ക് 1250 രൂപയും സെക്കൻഡ് ACക്ക് 1765 രൂപയും ഫസ്റ്റ് ACക്ക് 2955 രൂപയാണ്. അതുപോലെ മിക്ക ആൾക്കാർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഒരു ട്രെയിൻ നമുക്ക് ഡയറക്റ്റ് തഞ്ചാവൂരിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളത്. എന്നാൽ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഈ ഒരു ട്രെയിൻ കൊല്ലത്ത് നിന്ന് ചെന്നൈ ഇഗ്മോർ വരെ സർവീസ് നടത്തിയതിനു ശേഷം അവിടുന്ന് ചെന്നൈ ഇഗ്മോറിൽ നിന്ന് മറ്റൊരു ട്രെയിൻ നമ്പറായിട്ടാണ് തഞ്ചാവൂരിലേക്ക് പോകുന്നത്. നിലവിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരേ ഒരു ട്രെയിൻ മാത്രമേ ഡയറക്റ്റ് തഞ്ചാവൂരിലേക്ക് പോകാനായിട്ടുള്ളൂ. അത് നമ്മുടെ കാരയ്ക്കൽ എക്സ്പ്രസ് ആണ്, എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ. അപ്പോൾ കൊല്ലത്ത് നിന്നും ചെന്നൈ ഇഗ്മോർ വരെ സർവീസ് നടത്തുന്ന അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മതി. ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ.